നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സുന്ദര സ്മരണ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷം. നമസ്കാരം, ബലികർമ്മം, വിഭവസമൃദ്ധമായ ഭക്ഷണം, പിന്നെ മൈലാഞ്ചി മൊഞ്ച. പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗസന്നദ്ധതയും അല്ലാഹുവിനോടുള്ള പൂർണ്ണ സമർപ്പണവും സ്മരണയായി മസ്ജിദുകളിലും ഈദ് മുസല്ലകളിലും തക്ബീർ ധ്വനികൾ മുഴങ്ങി. വർഗീയ അജണ്ടകൾക്കെതിരെ ഇമാമുമാരുടെ മുന്നറിയിപ്പ്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നും ആഹ്വാനം. ബലിപെരുന്നാൾ ദിനത്തിൽ ചേലക്കരയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി എത്തിയ പിതാവിനെ ഭാര്യാപിതാവും മാതാവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. ചേലക്കര സ്വദേശി സുലൈമാനാണ് മൃഗീയ മർദ്ദനമേറ്റത്. ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു യുവാവ്. സുലൈമാനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ റസീനയും മാതാവ് സഫിയയും. സുലൈമാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്നാണ് തിരിച്ചടിച്ചതെന്ന് സഫിയ. വയോധികയെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് പുതിയ അധ്യക്ഷൻ. ഡോക്ടർ സാമുവേൽ മോർ തിലോഫിലസ് പുതിയ അധിപൻ. ചെന്നൈ ഭദ്രാസനാധിപന് പുത്തൻ നിയോഗം. ഈ മാസം 22-ന് സ്ഥാനാരോഹണം. തിരുവല്ല സഭ ആസ്ഥാനത്ത് ചേർന്ന സിനഡിൽ വെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ്. ആധുനിക ചികിത്സാ രംഗത്ത് പുത്തൻ അധ്യായം എഴുതിച്ചേർത്ത മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 61-കാരിയുടെ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന 10 കിലോഗ്രാം തൂക്കമുള്ള ട്യൂമർ നീക്കം ചെയ്തു. അതിസങ്കീർണമായ ശസ്ത്രക്രിയയിൽ മെഡിക്കൽ കോളേജ് എഴുതിച്ചേർത്തത് മികവിന്റെ പുത്തൻ അധ്യായം. നേതൃത്വം നൽകിയ ഡോക്ടർമാർക്കും പങ്കാളികളായവർക്കും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അഭിനന്ദനം. മുണ്ടൂരിൽ കാനയിലേക്ക് മലിനജലം ഒഴുക്കുന്നതിനെ ചൊല്ലി തർക്കം. കുത്തേറ്റ 30-കാരന്റെ ആരോഗ്യനില തൃപ്തികരം. പുത്തൂക്കര ആനന്ദ് അമല ആശുപത്രിയിൽ ചികിത്സയിൽ. തലക്കോട്ടുകര സ്വദേശി ആൻഡോ എഡിസനെതിരെ കേസെടുത്ത് പേരാമംഗലം പോലീസ്. ജനറൽ ടിക്കറ്റ് യാത്രക്കാർ റിസർവ് കോച്ചിൽ കയറിയതിനെ തുടർന്ന് നേത്രാവതി എക്സ്പ്രസിൽ സംഘർഷം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കർശന പരിശോധനയുമായി RPF. അനധികൃത യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് RPF ഉദ്യോഗസ്ഥരും യാത്രക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. ആർത്താറ്റിൽ സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. പിക്കപ്പ് വാൻ ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്വകാര്യ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 10ഓളം ബസ് യാത്രികർക്ക് പരിക്കേറ്റു. നാഗ്പൂരിൽ നടന്ന പഞ്ചഗുസ്തി മത്സരം. 60 കിലോ വിഭാഗത്തിലെ വെങ്കല മെഡൽ ജേതാവ് മുണ്ടത്തിക്കോട് പട്ടിയാത്ത് രാജീവിന് അഭിനന്ദന പ്രവാഹം. NSS കരയോഗം അഭിനന്ദിച്ചു. അക്കാദമിക് പ്രതിഭകൾക്കും NSSന്റെ അനുമോദനവും ഉപഹാരവും. വിദ്യാഭ്യാസ രംഗം മത്സരാത്മകമാണെന്ന സേവ്യർ ചിറ്റിലപ്പള്ളി MLA. സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് മൂല്യവത്തായ വിദ്യാഭ്യാസമെന്നും സേവ്യർ. ഉത്രാളിപ്പൂരം കൂടുതൽ മികവോടെ നടത്താൻ സഹായം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപനം. വടക്കാഞ്ചേരിയിൽ ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അക്കാദമിക് പ്രതിഭകൾക്ക് ആദരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ സാധ്യതാ പ്രവചനം. തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്ക്.